അതായത് ടാരിഫ് വന്നു. ഇന്ത്യ അതിനെ മറികടന്ന് ഇന്ത്യൻ ഡിപ്ലോമസി, ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനും വിചാരിച്ചു ട്രംപുമായിട്ട് പറഞ്ഞ് സെറ്റിൽ ചെയ്യാം. പക്ഷെ ട്രംപ് അതിനൊന്നും മുതിരുന്നില്ല. അതുകൊണ്ടാണ് ഈ നമ്മുടെ പ്രധാനമന്ത്രി മോദി ഭയന്നിരിക്കുന്നത്. ഈ പറയുന്ന ഇന്ത്യൻ ഈ കറൻസി കൺവേർട്ട് ചെയ്ത് പോകും. ഫോറിൻ എക്സ്ചേഞ്ച് 25 ലക്ഷം കോടി, ഏകദേശം 300 ബില്യൺ ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ കാലിയായി. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ക്രൂഡ് ഉപയോഗിക്കേണ്ട, പെട്രോൾ ഉപയോഗം നിർത്ത്, ഈ സ്വർണത്തിൻ്റെ ഇറക്കുമതി നിർത്ത്, പാം ഓയിലിൻ മേടിക്കണ്ട, സോയാബീൻ മേടിക്കണ്ട, സോയ ഓയിൽ മേടിക്കണ്ട, സൺഫ്ലവർ മേടിക്കണ്ട, ഇന്ത്യക്കാർ വിദേശത്തോട്ട് പോകണ്ട. ഇന്ത്യക്കെതിരെ അമേരിക്ക കൊടുത്ത പണിഷ്മെൻ്റാണിത്. 300 ബില്യൺ റിലയൻസിനെ പോലുള്ള കമ്പനി അവർക്കെതിരെ സാങ്ഷൻ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അഡാനി പോയി കാലെ പിടിച്ച് സംഭവം അങ്ങ് സെറ്റിലാക്കിയത്. ഈ 2 കമ്പനിക്കെതിരെ സാങ്ഷൻ വന്നു കഴിഞ്ഞ് ഇന്ത്യയുടെ GDP ഗ്രോത്ത് വലിയ പൊട്ടൻഷ്യലാണ് ഈ 2 കമ്പനി കൊടുക്കുന്നത് ഗ്രോത്തിൽ. അതങ്ങ് സാങ്ഷൻ വന്നു കഴിഞ്ഞാൽ അതില്ലാതായി. പിന്നെ ആരുണ്ട് ഈ പറയുന്ന റിലയൻസിനെ സഹായിക്കാൻ ഗ്ലോബലി? ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കമ്പനി ഗ്രോ ചെയ്യുന്നു ഇന്ത്യയിൽ, ഡൊമസ്റ്റിക്കലി ഗ്രോ ചെയ്യും, അതിന് വിങ്സ് ഉണ്ടായത് ഇൻ്റർനാഷണലാകും. അന്ന് ഒരു കമ്പനി ഇൻ്റർനാഷണലി പോയി കഴിയുമ്പോൾ നിങ്ങൾ ആദ്യം തലയ്ക്കകത്തിടുക, പിന്നെ അമേരിക്കയുടെ ഒരു സപ്പോർട്ട് ബേസ് അതിനകത്ത് വേണം. ലോകത്തിലെ ക്രൂഡ് ഏകദേശം 90% അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. അവർ ഈ ക്രൂഡ് കൊടുത്താലല്ലേ ഈ പറയുന്ന റിലയൻസിൻ്റെ പെട്രോ കെമിക്കൽസിൽ, റിലയൻസിൻ്റെ റിഫൈനറിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സാങ്ഷൻ ഇമ്പോസ് ചെയ്ത എന്ത് ചെയ്യും? അവർ പറയുന്നത് മാത്രമേ ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ ചെയ്യത്തുള്ളൂ. റഷ്യ ഇപ്പോഴത്തെ അവരുടെ നിലനിൽപ്പാണ് ഇപ്പോഴത്തെ കാര്യം. അവരും അവസാനം ഈ പറയുന്ന ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ലോഹ്യമാകും, അവരുടെ ലൈനിലോട്ടങ്ങ് പോകും. ട്രംപും പുടിനുമായിട്ടുള്ള ബന്ധം അതാണ്. ഇവിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഈ പറയുന്ന റഷ്യയുമായിട്ടുള്ള ക്രൂഡ് മേടിച്ചതിലും ഒക്കെ വന്ന വലിയ പാളിച്ച എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ മേക്ക് ഓവറിന് വേണ്ടിയാണ് അദ്ദേഹം ഈ പുടിനെ വിളിച്ചു വരുത്തുന്നത്. അത് കഴിഞ്ഞ് ചൈനയിൽ പോകുന്നു, അതെല്ലാം ഫ്ലോപ്പായി. അതിൻ്റെ എല്ലാം കൂടെ പെനാൽറ്റിയാണ് അടിച്ചു കൊടുത്തേക്കുന്നത്. അതായത് കൃത്യമായിട്ട് പറയാം, ഇന്ത്യൻ ഡിപ്ലോമസി എന്ന് പറഞ്ഞ ഫ്ലോപ്പ് ഗെയിമായിപ്പോയി പലയിടത്തും കഴിഞ്ഞ 1 വർഷം. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് നമ്മൾ വളരെ, നമ്മുടെ റെമിറ്റൻസ്, നമ്മുടെ IT എന്നുള്ള സംഭവങ്ങൾ ഇതിൽ നിന്നുണ്ടാക്കിയതാണ് നമ്മുടെ ഈ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്.